മഴയിൽ ഇങ്ങനെ ചായയും വടയൊക്കെ കഴിക്കാൻ നല്ല രസമാണല്ലേ? അല്ല, ഇത് പക്കോട അല്ലേ? വീട്ടിലേക്ക് വാ, എനിക്ക് 10 തരത്തിലുള്ള പക്കോട ഉണ്ടാക്കാൻ അറിയാം. അതെ, ഇവൻ പക്കോട വെച്ച് തന്നെ പക്കോട ഉണ്ടാക്കും. എനി ഡൗട്ട്? ശരിയാ, ഇവന്റെ ടാലന്റ് വേസ്റ്റ് ചെയ്തോണ്ടിരിക്ക. ഇവനൊരു ചായയും പക്കോടയും കട വെക്കണം. നിങ്ങൾ പിങ്കിയുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ അപമാനിക്കാണ്. പിങ്കിയുടെ മാത്രല്ല, ഈ കിറ്റിയുടെയും സീറ്റിയുടെയും മുന്നിൽ വെച്ചും ഇവര് നിന്നെ അപമാനിക്കുകയാണ്. പൊതുവായിട്ട് 4 പേരുടെ മുമ്പിലാണ് നാണം കെടാറ്, പക്ഷെ നീ 6 പേരുടെ മുമ്പിലാ. ഞാൻ ഇതിനേക്കാളും നല്ല പക്കോട ചെയ്തില്ലെങ്കിൽ ഞാൻ പാചകം തന്നെ അങ്ങ് വിട്ടേക്കാം. നീ എന്റെ കൂടെ വീട്ടിലേക്ക് വാ. എന്നെ കഴുതെന്ന് വിളിക്കാറില്ലേ? പക്ഷെ ശരിക്കും നീയാണ് കഴുത. മൺസൂണിൽ ആരെങ്കിലും ഫ്രണ്ട്സിനെ വീട്ടിലേക്ക് വിളിക്കാറുണ്ടോ? മഴയത്തെല്ലാവരും പുറത്തല്ലേ കറങ്ങാൻ പോവാ. മുന്നോട്ട് പോ. നമ്മുടെ പട്ടണത്തിലുള്ളവരൊക്കെ ഈ മഴയത്ത് എവിടേക്കാവോ പോകുന്നത്? പാനി ബർസെ വാട്ടർഫോളിലേക്ക്. ദയവ് ചെയ്ത് ശല്യം ചെയ്യില്ല. ഓ, ഇത്രയും വലിയ വണ്ടിയും കൊണ്ടുവന്ന് ട്രാഫിക്കിൽ പെട്ടു. ചെറിയ വണ്ടി പോരായിരുന്നോ? സ്വീറ്റി, എല്ലാരും പോവാ, ഇങ്ങനത്തെ വലിയ വണ്ടി തന്നെ വേണം. വായു, നമുക്ക് മാങ്ങ കഴിക്കാം. ചേട്ടാ, ഇങ്ങോട്ട് വാ. ഒന്നും വേണ്ട, നിങ്ങൾ പോകൂ. മാങ്ങക്കാരൻ ദാ ദൂരേക്ക് പോയി. എനിക്ക് മാങ്ങ കഴിക്കണം. അത് അൺഹൈജീനിക് ആണ് പിങ്കി. ഞാൻ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. മാങ്ങ, നിലക്കടല, ചാറ്റ്, ചൂട് പറക്കുന്ന ചായ, പക്കോട, ബേൽ എല്ലാം ഉണ്ട്. ഞാൻ റിപ്പോർട്ടർ സ്വീറ്റി, ക്യാമറമാൻ പിങ്കിയോടൊപ്പം സന്തോഷമായിരിക്കുന്നു. ഹണി, പുറകുന്ന ബാസ്കറ്റ് എടുക്ക്. ജോർദാറാണ് ജനലൊക്കെ തുടയ്ക്കുന്നത്. ഇപ്പൊ ബോണറ്റിലിരുന്നോണ്ട് വിൻഡ് സ്ക്രീനും ജോർദാർ വേണം തുടയ്ക്കാൻ. ഇല്ല, പറ്റില്ല, ഞാൻ താഴെ വീട് പോവും. നീ വീഴത്തൊന്നുമില്ല, വണ്ടിയിൽ കയറുണ്ടല്ലോ, നിന്നെ ഞങ്ങൾ കെട്ടിയിടാം. നീ നിന്റെ വാല് കൊണ്ട് വൈപ്പർ പോലെ തുടച്ചുകൊണ്ടേയിരുന്നോ. വാവ് ഹണി, നിന്റെ ഇന്റലിജന്റ് ഐഡിയക്ക് നന്ദി. ഞാനൊരു ഇന്റലിജന്റ് ആയ കഴുതയാണ്. പോപ്പറ്റിനെ എതിർക്കുന്നതിന് മുമ്പ് 10 തവണ ആലോചിക്കണം ജോർദാർ. ഐസ് കഷ്ണങ്ങൾ വീഴുന്നു. ശരിക്കുള്ള ബൈൽവാൻമാർ ബോംബ് കണ്ടുപോലും പേടിക്കില്ല. ഐസ് കണ്ടെങ്ങനെ പേടിക്കുന്നേ? ശരിയല്ലേ പിങ്കി? എനിക്കും പേടിയില്ല. ഓടിക്ക്. മഴ നിന്നു. ഇത് മോൺസൂൺ സീസൺ ആണ് സോദാർ, അതുകൊണ്ട് വീണ്ടും മഴ വരും. അതുകൊണ്ട് നീ അവിടെ തന്നെ നിൽക്ക്. ഓ, വണ്ടി കുഴിയിൽ വീണു. ഇനിയിപ്പോ വണ്ടി തള്ളണം. നിങ്ങളെന്തിനു വണ്ടി തള്ളണം? ഞങ്ങളില്ല, നിങ്ങൾ തന്നെ വണ്ടി തള്ളിക്കോ. വലിയ ഫയൽവാനൊക്കെയല്ലേ. ചേടാ, നിങ്ങൾ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ ദേഷ്യപ്പെടുന്നു. ഒരു പ്രശ്നവും ഇല്ല. ഇപ്പൊ ട്രാക്ടർ തന്നെ കുടുങ്ങിയാലും എളുപ്പത്തിൽ തള്ളും നമ്മളെ ഹണി ബണി. നീ പറഞ്ഞത് ശരിയാണ് പോപ്പറ്റ്. ബോണറ്റിൽ കെട്ടിവെച്ചതുകൊണ്ട് എന്റെ ഇടുപ്പൊക്കെ വേദനിക്കുന്നു. പോപ്പറ്റ് അവരെ പോയി സഹായിക്കും. നിങ്ങൾക്ക് എന്റെ ആവശ്യമേ ഇല്ല, ഇവര് 2 പേര് തന്നെ മതി. പക്ഷേ വാ ബണ്ണി, ഇല്ലെങ്കിൽ അത് കിറ്റിയുടെ മുന്നിൽ ഒരു നാണക്കേടാണ്. ഞങ്ങൾ സഹായിക്കാൻ വരണോ? വേണ്ട വേണ്ട, ഇതിന് ഞങ്ങൾ 2 പേരും മതി. പിക്നിക് വേണ്ട, ഇവിടെ എങ്ങനെ കുളിക്കാനാ? എന്തൊരു തിരക്കാ ഇവിടെ. വാ, നമുക്ക് തിരിച്ചു പോവാ. അതെ കിറ്റി, ഇവിടെ അടുത്ത് റിംജിം വാട്ടർഫാൾസ് ഉണ്ട്. അതങ്ങ് മുകളിലായോണ്ട് ആരും പെട്ടെന്ന് പോവില്ല. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം.
ഇവരുടെ വാക്ക് കേട്ട് വന്നത് തെറ്റായി പോയി. ഇവിടെ വരാൻ പാടില്ലായിരുന്നു. വൗ, എന്തൊരു നല്ല സ്ഥലം. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇത് മൊത്തം നമ്മുടെ സ്ഥലാ. ഓ, ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇതെല്ലാം മിസ്സായേനെ. മനോഹരമായ സ്ഥലം. അതെ, ഇത്തവണത്തെ മൺസൂൺ ട്രിപ്പ് ഒരിക്കലും മറക്കാനാവില്ല. ശരിയാ, ഇതൊരിക്കലും മറക്കാൻ പറ്റില്ല. ഞങ്ങള് പെട്ട പാടുണ്ടല്ലോ, അത് മറക്കാനേ പറ്റില്ല. എനി ഡൗട്ട്? ന്യായമായിട്ട് നോക്കിയാൽ ഞാനാണ് മൂത്ത ചേട്ടൻ. എന്റെ പേര് ജി പാണ്ട. ഇവിടെ ഒരു തെളിവും ഇല്ല, ഇവിടെയും ഇല്ല. കാട്ടില് നിങ്ങളെ ചുരുട്ടിക്കൂട്ടി അടിക്കും, ഓടിച്ചോടിച്ചടിക്കും. അത് കഴിഞ്ഞ് ചിങ്കാലാല ചിങ്കാലാല. നഗരത്തിലുള്ള എല്ലാ കേക്ക് കള്ളന്മാരെയും ഞാൻ പിടിക്കും. അമ്മ സത്യം, ഞാൻ പറയുന്നത് സത്യമാണ്. അവരെ ഞാൻ അന്വേഷിച്ച് പിടിക്കും. വേണ്ട, നാട്ടിലുള്ള മുഴുവൻ കേക്ക് കള്ളന്മാരെ ഒന്നും പിടിക്കണ്ട. ഇൻസ്പെക്ടർ പാണ്ഡെയുടെ ബർത്ത്ഡേ കേക്ക് മോഷ്ടിച്ചവരെ മാത്രം പിടിച്ചാ മതി. ജോണി, ആരുടെ കേക്ക് എഗ്ലസ് ആയിരിക്കുന്നു അവരടുത്ത ഒരു കേക്ക് മോഷ്ടിക്കില്ല. ആഹാ ഗുരുജി, എന്തൊരു ഡയലോഗാണത്. നിങ്ങൾ സീറോ അല്ല, നീറോ അല്ല, പിന്നെ നിങ്ങൾ ഹീറോ അല്ല. നിങ്ങൾ എല്ലാവരും ഇൻസ്പെക്ടർ ആണ്. ഡയലോഗ് അടിക്കുന്നത് വിട്ടിട്ട് മോഷ്ടിച്ചവരെ കണ്ടുപിടിക്കാൻ നോക്ക്. എന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാ, കള്ളൻ കേക്ക് അലമാരയിൽ വെക്കില്ല. ഈ സമയം അവൻ അത് കഴിച്ചു കാണും. നമുക്ക് ബർത്ത്ഡേക്ക് ഒരു പുതിയ കേക്ക് ഉണ്ടാക്കാം അല്ലേ? ഇതിപ്പോ ഇവിടെ കേക്കിന്റെ പ്രശ്നമല്ല. കേക്ക് മോഷ്ടിച്ചത് ഈ ഒരു ഇൻസ്പെക്ടറിന്റെ വീട്ടിൽ നിന്നാണ്. നാട്ടിലുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? പക്ഷെ നിങ്ങൾക്ക് നാട്ടിൽ അത്ര മര്യാദയൊന്നും ഇല്ലല്ലോ. ഓ, ഈ പൂ എവിടുന്നാ വന്നത്? നിങ്ങളുടെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് ആരെങ്കിലും തന്നിട്ടുണ്ടാവും. ഇല്ല, പാർട്ടി രാത്രിയല്ലേ. എന്നെ വിഷ് ചെയ്യാൻ ആരും തന്നെ വന്നിട്ടില്ല. കേക്ക് മോഷ്ടാവായിരിക്കും ഈ പൂ കൊണ്ടുവന്നത്. കേക്ക് മോഷ്ടിച്ചു കൊണ്ടുവന്ന തിരക്കിനിടയിൽ ഈ പൂ മറന്നു കാണും. പിടിക്കാതെ ഞാൻ പിടില്ല. എന്ത് പോവോ? ഇല്ല, കള്ളനെ പിടിക്കും. കള്ളരെന്തിനാ പൂ കൊണ്ടുവരണം? കാരണം കള്ളൻ നമുക്ക് അറിഞ്ഞവനായിരിക്കും. വിഷ് ചെയ്യാൻ വേണ്ടി വന്നിട്ടേ കേക്ക് മോട്ടിച്ചിട്ട് പോയിട്ടുണ്ടാവും. അവൻ കേക്ക് എടുത്തോണ്ട് ജിങ്കാലാല ജിങ്കാലാല അത് പോയിട്ടുണ്ടാവും. ഒരു പൂ വിൽക്കുന്നവന്റെ അടുത്ത് അന്വേഷിക്കാം. ഈ ഏരിയയിൽ ഒരു പൂക്കട മാത്രമേ ഉള്ളൂ. കേക്ക് കഴിക്കാൻ ആഗ്രഹിച്ചത് വല്ലാത്ത തെറ്റായി പോയി. പൂ ആരെ വാങ്ങിച്ചോണ്ട് പോയത് അറിയോ? അത് ഞാൻ എങ്ങനെയാ പറയാ? 1000 പേര് എന്റെ കടയിൽ നിന്ന് പൂ വാങ്ങാറുണ്ട്. എന്റെ കട ഇവിടെ വളരെ ഫേമസ് അല്ലേ? ആ ബോർഡിൽ എഴുതിയിട്ടുണ്ടല്ലോ. കേക്ക് കൊല്ലൻ, കേക്ക് കൊല്ലൻ, പിടിക്കൂ അവനെ. കേക്ക് കള്ളൻ പോയിട്ടോ. ഈശ്, എന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കാണോ? മതി, തീർത്തു. എത്ര അടി അടിക്കാ? ഓ ജാനി, കള്ളന് ഞങ്ങളുടെയാണ്, ഈ അടിയും ഞങ്ങളുടെയാണ്. എത്ര സമയം വേണോ അത്രയും സമയം ഇവനെ തൂക്കിയെടുത്തിട്ട് ഇടിക്കും. അത്ഭുതം 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 ഗുരുദേവ്. ഭാരതിക്ക് പോലെ ഇത് കുട്ടികൾ കളിക്കുന്ന സ്ഥലമല്ല. അറിയാതെ താഴെ പോവാണെങ്കില് പീതിങ്ങി പോവും. ഓ, എന്റെ കേക്ക് ഉടഞ്ഞു പോവും. അയ്യോ, ഇത് നമ്മുടെ കേക്കല്ലല്ലോ. അതെ, ഇത് എന്റെ കേക്കാണ്. വളരെ നന്ദിയുണ്ട് കേട്ടോ. ആ, അപ്പൊ കേക്ക് ഈ കള്ളനല്ല മോഷ്ടിച്ചെങ്കിൽ പിന്നെ വേറെ ഏത് കള്ളനെ മോഷ്ടിച്ചത്? വേറൊരു കള്ളൻ. എടാ പൊട്ടാ, ഞാനും അതന്നെ ചോദിക്കുന്നേ, വേറെ ഏതാ കള്ളന്? അല്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ കേക്ക് അന്വേഷിക്കാണല്ലോ. കുറച്ച് സമയത്തിലും ഗസ്റ്റ് ഒക്കെ എത്തും. നിങ്ങൾ അകത്ത് പോയി റെഡിയാവൂ. ഞാനൊരു പുതിയ കേക്ക് ഉണ്ടാക്കി കൊണ്ടുവരാം. സോദർ പറഞ്ഞത് ശരിയാ. പാർട്ടിക്ക് എന്തായാലും ഒരു കേക്ക് വേണ്ടേ? അടിപൊളി. എന്റെ ചേട്ടന്റെ ബർത്ത്ഡേ വന്നു, എന്റെ ചേട്ടന്റെ ബർത്ത്ഡേ വന്നു.
നിങ്ങളുടെ കേക്കും വന്നു. ഇത് കണ്ടോ, അതേമാതിരി കേക്കാ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെയുണ്ട്. പക്ഷേ എങ്ങനെ? അപ്പോ കേക്ക് മേടിച്ചത് ഞങ്ങൾ, അതിന് വേറെ ആരും കണ്ടിട്ടില്ല. അപ്പൊ നീ എങ്ങനെയാണ് അതുപോലത്തെ കേക്ക് ഇവിടെ കൊണ്ടുവന്നത്? പറ. സോർദാർ, സോർദാർ, നീയാണോ കേക്ക് മോഷ്ടിച്ചത്? ഞാൻ മോഷ്ടിച്ചില്ല, അത് കഴിച്ചു. നീ മോഷ്ടിച്ചോ അടിച്ചു പറ്റിയോ? പക്ഷെ തെറ്റ് ചെയ്തല്ലോ. ഞാൻ ഇപ്പൊ പറയാ യോഗി, എന്റെ ചോര ഞാൻ കുടിക്കാതെ വിടില്ലേ. ഇങ്ങനെ ചോക്ലേറ്റ് കട്ട് കഴിക്കരുത്. കഴിച്ചാലേ കല്ലല്ല വലിയ കല്ലെടുത്ത് തലയിലിടും. അവൻ അതും കഴിച്ചു കളയും. ചില ആൾക്കാരുണ്ടല്ലോ, അവർക്ക് എന്ത് പ്രശ്നം വന്നാലും ഒരു കുഴപ്പമില്ല. എനി ഡൗട്ട്? രണ്ട് ഫ്രൂട്ട്സിന്റെ പേരെന്തിനാ പറയുന്നത്? ഒന്നുകിലും മുന്തിരി പറ, അല്ലെങ്കിൽ അത്തിപ്പഴം പറ. ഇപ്പൊ ഭക്ഷണത്തെ കുറിച്ച് സംസാരിക്കില്ല പ്ലീസ്. നമ്മൾ എന്തിനാ ഈ മരത്തിന്റെ മേലെ ചോക്ലേറ്റ് വെക്കുന്നത്? ന്യൂ ഇയർ അല്ലേ, ക്രിസ്മസിനെ ഡെക്കറേറ്റ് ചെയ്തു. ഇനിയിപ്പോ ന്യൂ ഇയറിന് ഇത് യൂസ് ആവുമല്ലോ. അതെ, മാഡം ന്യൂ ഇയറിന്റെ പാർട്ടി വെച്ചിരിക്കുന്നേ. ഇവിടെ ഒരു കുറവും ഉണ്ടാവരുത്. എനി ഡൗട്ട്? രാവിലെ നേരത്തെ എഴുന്നേറ്റ് എനിക്ക് എക്സസൈസ് ചെയ്യണം. ഇതാണ് എന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ. ഓ, ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് വെച്ചാ എന്താ? ന്യൂ ഇയർ ദിവസം എല്ലാവരും ഒരു തീരുമാനം എടുക്കും. ആ വർഷം എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ. ഇതാണിപ്പോൾ ട്രെൻഡ്. നിങ്ങൾ 4 പേരും ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കണം. മാഡം പറഞ്ഞത് ശരിയാ. അതെ, പക്ഷെ നമ്മൾ എന്ത് റെസൊല്യൂഷൻ എടുക്കും? എന്റെ റെസൊല്യൂഷൻ എന്താണെന്ന് വെച്ചാ, ഞാൻ ഒരു റെസൊല്യൂഷനും എടുക്കില്ല. ഞാൻ ഇപ്പൊ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടാ ഉള്ളത്. അല്ല, അങ്ങനെയൊന്നും പറ്റില്ല. എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കേ. അപ്പൊ എന്തെടുക്കും? ഞാൻ തീരുമാനിച്ചു. ഞാൻ ഈ വർഷം കുക്കിംഗ് പഠിക്കും. ഓക്കെ, ഞാൻ എപ്പോഴും സീരിയസ് ആയിരിക്കില്ലേ. ഇനി ഞാൻ കവിയാകാൻ പോവാ. ഞാനൊരു കഴുതയാണെന്ന് എല്ലാരും വിചാരിക്കുന്നത്. ഇനി ഞാനൊരു ബുദ്ധിശാലിയായ അറിവുള്ള കഴുതയായിട്ട് മാറാൻ പോവാണ്. ഞാൻ എല്ലാരെയും എക്സ്ട്രാ കെയർ എടുക്കും, സഹായിക്കും. കാരണം എല്ലാരും എന്നെ കെയർലെസ് എന്നാ വിചാരിക്കുന്നേ. എനി ഡൗട്ട്? ജോർദാർ, എനിക്ക് വിശക്കുന്നു. ഒന്ന് വെയിറ്റ് ചെയ്യ്, ബനി ഉരുളക്കിഴങ്ങ് പൊറോട്ട ചെയ്യുന്നുണ്ട്. കുക്കിംഗ് കുക്കിംഗ്. അല്ല, വിഷയം ഇതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും. മണി, നീ ഒരു കാര്യം ചെയ്യ്, മനുഷ്യരുടെ കഥ കഴിക്കുന്ന കോൺട്രാക്ട് എടുത്തോ. ഈ പൊറോട്ട കൊടുത്ത അവരുടെ കഥ കഴിയും, പിന്നെ യാതൊരു തെളിവും ഉണ്ടാവില്ല. ഒരു പ്രശ്നമില്ല അനിയ. നീ ശ്രമിച്ചില്ലെങ്കിൽ എങ്ങനെ ഉരുളക്കിഴങ്ങ് പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും? കറക്റ്റ് ആയിട്ടാണല്ലോ ചെയ്തത്. പിന്നെ എവിടെ പ്രശ്നം ഉണ്ടായത്? പൊറോട്ടയിൽ ഉരുളക്കിഴങ്ങ് അങ്ങനെ ഇടാൻ പാടില്ല. വേവിച്ച് വേണം ചേർക്കാൻ. പിന്നെ മൈക്രോവേവിൽ ബേക്ക് ചെയ്യാൻ പാടില്ല. തവയിൽ നെയ്യ് ഒഴിച്ച് ചെയ്യണം. എന്ത് പാചകമാണെങ്കിലും അത് പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ് കൂട്ടുകാരെ. ആരെങ്കിലും വെള്ളം വാ. അല്ല, ഇതെന്ത് റെസൊല്യൂഷനാ? മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് റെസൊല്യൂഷൻ എടുത്തവൻ സ്വയം ഹെൽപ്പ് ചോദിക്കാ. ഇൻസ്പെക്ടർ പാണ്ഡ, ഒന്നും സംസാരിച്ചു പോരുത്. എന്റെ കോൺസ്റ്റബിൾ കൈയും കളവോടെയാ പിടിച്ചിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ പിടിച്ചു എന്ന് വെച്ച് അവര് കുറ്റം ചെയ്തു എന്നതിന് അർത്ഥമില്ല. ഹോളി ദിവസം എല്ലാവരുടെയും കയ്യിൽ കളർ ഉണ്ടാവും എന്ന് വെച്ച് അവര് കുറ്റം ചെയ്തു എന്നാണോ അർത്ഥം? പ്ലീസ് ഹണി, വണ്ടത്തരം പറയല്ലേ. അനിയ, നിങ്ങൾ ആഫ്റ്റർ അല്ല. സത്യം പറഞ്ഞ നിങ്ങൾ ഇൻസ്പെക്ടർ അല്ല. ഓ, എന്നെ കാണാൻ കോൺസ്റ്റബിൾ വല്ല ഉണ്ടോ നിനക്ക്? ഈ അല്ലല്ല, നിങ്ങളൊരു നല്ല മനുഷ്യനാ, അതെ, വളരെ നല്ലവർ. ഒരു ഉത്തമനാ. പ്ലീസ് പ്ലീസ് അവരെ വെറുതെ വിട്ടേക്ക്. ഒരിക്കലും പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാ, അവരെ വെറുതെ വിട്ടാൽ നിങ്ങളുടെ അനുഗ്രഹം അവനുണ്ടാവും. പിന്നെ നിങ്ങൾ കമ്മീഷണർ ആക്കും.
നിങ്ങൾക്ക് ഒരുപാട് പേരും പ്രശസ്തി ഉണ്ടാവും. ഓക്കേ കോൺസ്റ്റബിൾ അവരെ വിട്ടേക്ക്. താങ്ക്സ്. ഞാൻ കുക്കിംഗ് പഠിച്ചോണ്ടിരിക്കുക. ഞാൻ നിങ്ങൾക്ക് ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കി തരാം. അതെ അതെ, ബണ്ണി ഉണ്ടാക്കി തരും. അപ്പോഴേക്കും നിങ്ങൾ ആസ്പത്രിയിൽ ഒരു ബെഡ് ബുക്ക് ചെയ്തോളൂ. അനിയാ വിഗ് വെച്ചിട്ട് തല ചൊറിയുന്നു. കുഴപ്പമില്ല, പെണ്ണായി മാറേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ഗേൾസ് ഡേ ഔട്ടിൽ ഈ കീറ്റി സ്വീറ്റി പിങ്കിന്റെ കൂടെ ഉണ്ടാവാൻ പറ്റില്ല. അതെ, കുറെ സന്തോഷത്തിന് വേണ്ടി കുറച്ച് ചൊറിച്ചില് താങ്ങിയേ പറ്റൂ. എനി ഡൗട്ട്? ഹായ് കീറ്റി. ഇതാര്? സുഷ്മ, സൽമ, രൂമ, പരൂമ. എന്താ വൈകിയത്? റെഡി ആവാൻ കുറച്ച് ടൈം എടുത്തു. ഡ്രസ് ഇടാനും മുടി വെക്കാനും ഒക്കെ നേരം വല്ലാണ്ട് എടുത്തു. അതായത് മുടിവാരുന്നതിനെ കുറിച്ച് പറഞ്ഞതാ. അതെ, നല്ല ഹെയർ സ്റ്റൈൽ ഇല്ലാതെ ഞങ്ങൾ വാഷ്റൂം പോലും പോവില്ല. ബല്ലേ ബല്ലേ, ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ മേക്കപ്പ് ഇട്ടോണ്ട് പൂളിലേക്ക് എങ്ങനെയാ വരുന്നത്? അതൊക്കെ വരാം, വാന്നേ. നമ്മൾ ഗോവയില് കടലിലേക്ക് തന്നെ പോയില്ല, പിന്നെ എന്തിനാ പൂളിലേക്ക് എടാ പോകുന്നത്? കഴുതേ, കിറ്റിയും സീറ്റിയും പിങ്കിയും എല്ലാവരും പൂളിലല്ലേ ഉള്ളത്. എടാ മര പണ്ട, പൂളിൽ ചാടി അതിന്റെ വിഗ് പുറത്തിളക്കല്ലേ. എന്റെ നെക്ലസ്, അതെന്റെ അമ്മയുടെ അവസാനത്തെ അടയാളമാണ്. ഒരു കുഴപ്പമില്ല. അതിന് മുന്നേ തന്ന സാധനം വല്ലതും ഉണ്ടെങ്കിൽ അത് അവസാനത്തെ ഓർമ്മയാക്കി വെക്കാം. ഇല്ല, എനിക്ക് എന്റെ അമ്മയുടെ നെക്ലസ് തിരികെ കിട്ടണം. അതെ, ഞങ്ങൾക്ക് ഇമോഷൻസ് മനസ്സിലാവുന്നുണ്ട്. അതെ, വാ നമുക്ക് ചെന്ന് ആ നെക്ലേസ് അന്വേഷിക്കാം. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ആ കൊടും കാട്ടിലൂടെ നമ്മൾ പെണ്ണുങ്ങൾ എങ്ങനെ പോവാനാ? ഞാൻ കാട്ടിലേക്ക് പോകും മാൻ. പിങ്കിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. വേണ്ട വേണ്ട, ഇതിനു വേണ്ടി നമുക്ക് ഹണി ബണി ചോറുതാർ പപ്പറ്റിനെ വിളിക്കാം. ഏയ്, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അല്ല, ചോറുതാരും പോപ്പറ്റും ഹണി എവിടെ? അവരാദ്യം പോയതല്ലേ, നമുക്ക് അവിടെ വെച്ച് കാണാം. ദേ അവിടെ ഉണ്ടല്ലോ. എന്താ നിങ്ങൾ കണ്ടോ? എവിടുന്ന് കാണാനാ? കണ്ട എല്ലാവർക്കും കാണാൻ പറ്റില്ലേ? ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചേർന്നു ഉണ്ടായിരുന്നത്. അതായത് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഒന്നിച്ചല്ലേ ഉള്ളതെന്ന് പറഞ്ഞതാ. നെക്ലസ് താഴെ വീഴുന്നിരിക്കാ. ഞങ്ങൾ കാട്ടിലേക്കൂടെ വരാം. ഫണ്ണി അവിടുന്ന് വരെയുണ്ട്. ഞാൻ ഇതിലെ കൂടെ പോവാൻ നശി. അതൊക്കെ വരാം, വാന്നേ. ഞാൻ ഇവരുടെ കൂടെ പോകണോ അല്ല നിന്റെ കൂടെ വരണോ? ഞങ്ങളുടെ കൂടെ മാൻ. അയ്യോ, എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഞാൻ എപ്പ സുഷ്മയാവണം, ഞാൻ എപ്പ തിരിച്ചു ഹണിയായിട്ട് മാറണം? കൂടുതൽ ആലോചിക്കണ്ട. എന്ത് വേഷം ഇട്ടിട്ടുള്ളത് അതായിട്ട് മാറ്. അയ്യോ, അയ്യോ, എന്റെ ഭർത്താവ് ബോക്സറാണ്. ഓ